ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ അസാധ്യ രുചിയാണ്. നമ്മൾ ഇതിനകത്ത് മയണൈസും മുട്ടയും ഒക്കെ ചേർത്ത് നല്ല പൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് മസാലയൊന്നും ഉണ്ടാക്കി അങ്ങനെ മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ആര് കഴിച്ചാലും ഉറപ്പായിട്ട് അവർ നിങ്ങളോട് റെസിപ്പി ചോദിക്കും. അത്ര ടേസ്റ്റാണ് കേട്ടോ, 100%. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാവ് കുഴക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിൽ ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ള കുഞ്ഞി ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൈ മുക്കിയ പൊള്ളാത്ത അത്ര ചൂടാണ് നമുക്ക് വേണ്ടത്, ഇല്ലെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് പൊങ്ങുന്ന വരെ ഒന്ന് മാറ്റി വെക്കാം. നിങ്ങൾ മറ്റേ വലിയ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, പൊങ്ങുന്ന അത്രയും കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതേ ഒരു ബൗളിനകത്തോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തു എന്ന് വെച്ചാൽ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് ചേർത്തിട്ട് ചെയ്താലും മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും ഈസ്റ്റ് ഇതേ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അതൊക്കെ നന്നായിട്ട് മേലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. സാധാ ഈസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ ചേർക്കാം, എന്നാലേ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ പകുതി ഈസ്റ്റിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സാധാ നമ്മൾ നോർമൽ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താൽ മതി, എന്നാലും നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മാവാവാൻ പാടില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ സൺഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൊത്തത്തിൽ ഓയിലൊന്ന് തടവി കൊടുക്കാം, കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വെക്കാം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. എനിക്ക് 1 മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ നന്നായിട്ട് പൊങ്ങാനായിട്ട്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കാരണം നന്നായിട്ട് പൊങ്ങിയിരിക്കല്ലേ. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്, കാരണം നമ്മളിത് ഒറ്റ മാവായിട്ട് അങ്ങനെ പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്താൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിത് ഒറ്റ സ്ട്രെച്ചിൽ മൊത്തം പരത്തിയെടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾ എടുത്തിട്ട് പരത്തിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫില്ലിങ് വെച്ച് 2ആയിട്ട് മടക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. പരത്തുന്ന സമയത്ത് കുറച്ച് തിന്നാക്കിയിട്ട് തന്നെ പരത്താൻ നോക്കുക. അപ്പോൾ ഞാനിതേ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ സൈഡുകൾ മാത്രമേ അധികം കട്ടിയുള്ളൂ, നടുക്കിലോട്ടൊന്നും അധികം കട്ടിയില്ല. അത്യാവശ്യം തിന്നായിട്ട് തന്നെയാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. പിന്നെ മാവ് നല്ല സോഫ്റ്റാണ്. നമ്മളിത് എടുക്കും വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും, കാരണം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. നമ്മൾ മുട്ടയും ഈസ്റ്റും ഒക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ സൂക്ഷിക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, കാരണം അടിവശം നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലുണ്ടാവുക. അതാണ് നമുക്ക് ഉള്ളിൽ മസാല വെക്കാനുള്ള ഭാഗമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിത് എടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് താഴെ ഒന്ന് കുറച്ച് പൊടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതേ ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ തൊടുന്ന ഭാഗമാണ് ഒട്ടിപ്പിടിക്കുന്ന ഭാഗം. അപ്പോൾ അവിടെയാണ് നമ്മളിനി മസാല ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് മയണൈസാണ്. അപ്പോൾ നമുക്ക് നടുക്കായിട്ട് നീളത്തിൽ വെച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും മയണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ മയണൈസ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം തിക്കായിട്ടുള്ള മയണൈസ് തന്നെ എടുക്കണം. കാരണം നമ്മളിത് കട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള മയണൈസ് ആണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് പുറത്ത് പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ സ്ട്രെച്ചിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് റോൾ ചെയ്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മയണൈസൊക്കെ വെച്ച് ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മടക്കിയെടുത്താൽ മതി. ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തത് അതേപോലെ തന്നെ സവാളയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഇങ്ങനെ ചെറിയ സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് പുഴുങ്ങിയ മുട്ടയും വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തിട്ട് വെക്കുന്നുണ്ട്. എനിക്കിതിന് പകരമായിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് പകരം. അതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിതേ തക്കാളി വട്ടത്തിലരിഞ്ഞ് വെച്ച് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഓരോന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ തക്കാളി ചെറിയ ഉള്ളിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീണ്ടും ക്യാപ്സിക്കം വെച്ചു, സവാള വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മയണൈസ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഫില്ലിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയണൈസ് വെച്ചിട്ടുള്ള ഫില്ലിങ്. ഇനി നമുക്കതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് വേറെ തന്നെ സെപ്പറേറ്റ് ചേർക്കുന്നില്ല. മയണൈസിലും സോസിലൊക്കെ ഉപ്പുള്ളതല്ലേ, അപ്പോൾ അത് തന്നെ മതി. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് തൂക്കി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ മസാല അങ്ങനെ സൈഡിൽ നിന്നൊന്നും പുറത്തോട്ട് പോവില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡ് ഇനി ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മൈദ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ അതിനുള്ള ടെൻഷനൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡും നന്നായിട്ട് അങ്ങോട്ടേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് മയണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പുറത്തോട്ട് പോകും. പക്ഷേ അത് മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മൾ ഈ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നമ്മൾ ചുട്ട് കഴിക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സിംഗിൾ ആക്കിയിട്ട് ചെയ്താൽ മതി. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറച്ച് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ മുട്ടയൊക്കെ ഉള്ളിൽ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് ചുടാൻ തുടങ്ങാം. അപ്പോൾ അതേ നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്, അടിയിൽ നല്ലോണം ഒട്ടി പിടിച്ചിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചെടുത്താൽ മതി. അഥവാ അതിൽ വെജിറ്റബിൾസ് പുറത്ത് വീണെങ്കിൽ വീണ്ടും അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇതേ ഒരു പാനിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കുറച്ച് നേരം വേവിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ പാനിൻ്റെ അടിയിൽ ഒരു പഴയ തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ പാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിലും ഇതിൽ ചൂട് പിടിക്കുന്ന സമയത്ത് മാവ് കുറച്ച് ഹാർഡായിട്ട് വരും. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇടാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഇത്രയും സോഫ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോഴും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു 3-4 എണ്ണം ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത് ഒരുപാട് കട്ടിയിലൊന്നുമല്ല. അതുകൊണ്ട് വേവോന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും. അതും ഒത്തിരി സമയം ഒന്നും എടുക്കില്ല. ഒരു 10 മിനിറ്റൊക്കെ എനിക്ക് എടുത്തിട്ടുള്ളൂ ഇത് രണ്ട് സൈഡും വേവാനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഒരു സൈഡ് റെഡിയാവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡ് നമുക്കൊരു 5-6 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം അത്യാവശ്യം നല്ല തിന്നായിട്ടാണ് നമ്മുടെ മാവ് ഉള്ളത്. പിന്നെ ഉള്ളിലുള്ളതൊന്നും നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരിയാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല പോലെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഈ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കഴിക്കാൻ പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. ചൂടോടെ ആണെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഇതെല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10-11 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ വേവാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം കട്ടിയിൽ പരത്തിയിട്ടുണ്ടോ അതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ സോസൊന്നും വേണമെന്നില്ല. കാരണം നമ്മൾ ഉള്ളിൽ ടൊമാറ്റോ സോസും മയണൈസും ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ മാത്രം സോസിൻ്റെ കൂടെ സെർവ് ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വലിയ മെനക്കെടൊന്നും ഇല്ലാതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.